So, as we already told, in today's class we will discuss about operational amplifier as filter circuit. Okay, so സാധാരണ ഏതൊക്കെ ടൈപ്പ് ഫിൽറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യാറ്? കമ്മ്യൂണിക്കേഷൻ പർപ്പസിലായിക്കോട്ടെ, എന്ത് പർപ്പസിലായിക്കോട്ടെ, ഏതൊക്കെ ടൈപ്പ് ഫിൽറ്റേഴ്സാണുള്ളത്? നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഫിൽറ്റേഴ്സ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, ഏതൊക്കെ ഫിൽറ്റേഴ്സ് ഉപയോഗിക്കുന്നത്? ഫിൽറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഫിൽറ്റർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഡിസൈഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളെ മാത്രം എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് ഫിൽറ്റർ, അല്ലേ? നമ്മൾ കുറേ ഇൻപുട്ടിനകത്ത് അല്ലെങ്കിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിനകത്തുനിന്ന് നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം തരംതിരിച്ചെടുക്കുന്നൊരു ഡിവൈസാണ് ഫിൽറ്റർ എന്ന് പറയുന്നത്. അപ്പം കമ്മ്യൂണിക്കേഷൻ പർപ്പസിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൽ പറയുമ്പോൾ ഫിൽറ്റർ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ റിയൽ വേൾഡിൽ മൾട്ടിപ്പിൾ ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽസ് ഉണ്ടാവും. അത് നമുക്ക് ആവശ്യമുള്ള ഫ്രീക്വൻസിയിലുള്ള സിഗ്നലായിട്ട് മാത്രം വേർതിരിച്ചെടുക്കാനുള്ള ഒരു ഡിവൈസിനെയാണ് നമ്മൾ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൽ നമ്മൾ ഫിൽറ്റർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ റിയൽ വേൾഡിൽ നമുക്കറിയാം ഒത്തിരി ടൈപ്പ് നോയ്സുകളുണ്ട്. നോയ്സുകളെന്നൊക്കെ പറയുന്നതെല്ലാം തന്നെ ഹൈ ഫ്രീക്വൻസി നോയ്സുകളായിരിക്കും. ഈ നോയ്സുകൾ എന്ന് പറയുന്നതിനൊക്കെ തന്നെ ഫ്രീക്വൻസി കൂടുതലായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫിൽറ്ററാണ് ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ലോ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേടി തന്നെയുണ്ട്. അത് സാധാരണ നമ്മൾ പറയുന്നത് LPF എന്നാണ് പറയുന്നത്, ലോ പാസ് ഫിൽറ്റർ. അപ്പോൾ ലോ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ഫ്രീക്വൻസീനെ മാത്രം പാസ് ചെയ്യിക്കുന്ന ഫിൽറ്ററാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു ഈ നോയ്സുകളൊക്കെ ഹൈ ഫ്രീക്വൻസി റേഞ്ചിലാണ് വരുന്നത്. അപ്പം അത് കാരണം നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫിൽറ്ററാണ് ലോ പാസ് ഫിൽറ്റർ. ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള നോയ്സ് റിമൂവ് ചെയ്തിട്ട് ലോ ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽസ് മാത്രം എടുക്കുന്ന ഫിൽറ്ററാണ് ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൈ പാസ് ഫിൽറ്ററുണ്ട്. സർട്ടൻ ആപ്ലിക്കേഷനിൽ നമ്മൾ ഹൈ ഫ്രീക്വൻസീനെ മാത്രം നമുക്ക് വേണ്ടി വരും, ലോ ഫ്രീക്വൻസീനെ എല്ലാം ഫിൽറ്റർ ചെയ്ത് കളയേണ്ടി വരും. അങ്ങനെ ഉപയോഗിക്കുന്ന ഫിൽറ്ററാണ് നമ്മൾ ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വി ക്യാൻ ഹാവ് ബാൻഡ് പാസ് ഫിൽറ്റർ. ഓക്കെ, കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന വളരെ കൂടുതൽ ഉപയോഗിക്കുന്ന ലോ പാസ് ഫിൽറ്റർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഫിൽറ്ററാണ് ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ബാൻഡ് പാസ് ഫിൽറ്ററിൻ്റെ നെയിമിൽ തന്നെയാണ് പർട്ടിക്കുലർ ബാൻഡ് ഓഫ് ഫ്രീക്വൻസീനെ മാത്രം കടത്തിവിടുന്ന ഒരു ഫിൽറ്ററാണ് ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ കമ്മ്യൂണിക്കേഷനിൽ ഇപ്പം നമ്മളൊരു റേഡിയോ ആയിക്കോട്ടെ, അതുപോലെ എന്ത് ഡിവൈസ് ആയിക്കോട്ടെ, ഇപ്പോൾ എക്സാമ്പിൾ റേഡിയോ തന്നെ എടുക്കാം. റേഡിയോയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി, ഇപ്പം നമുക്ക് ഡിഫറെൻറ്റ് ചാനൽസുകളുണ്ട്. നമുക്കറിയാം റേഡിയോ മാംഗോ, ക്ലബ് FM, അതുപോലത്തെ ഡിഫറെൻറ്റ് ചാനലുകളുണ്ട്, അല്ലേ? റെഡ് FM അതുപോലത്തെ ചാനലുകളുണ്ട്. ആ ചാനലിനെയൊക്കെ അതിൻ്റെ കരിയർ ഫ്രീക്വൻസി ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണ് അത് മോഡുലേറ്റ് ചെയ്ത് വിടുന്നത്. ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിയാണ് ഇപ്പം റേഡിയോ മാംഗോയിൽ എത്രയാണ് 91.9 MHz. അപ്പം ആ 91.9 MHzലാണത് മോഡുലേറ്റ് ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് റേഡിയോ മാംഗോ 91.9 എന്നൊക്കെ പറയുന്നത്. അപ്പം ആ ഫ്രീക്വൻസിയിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസി ഉള്ള സിഗ്നൽസിനെ മാത്രം അത് കടത്തി വിടുള്ളൂ. ഒരു പർട്ടിക്കുലർ ബാൻഡിനെ മാത്രം നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, അത് ട്യൂണിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ബാൻഡ് പാസ് ഫിൽറ്റർ ഉപയോഗിക്കുന്നത്, അല്ലേ? നമുക്കറിയാം ട്യൂണിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഇതുമായിട്ടൊക്കെ പരിചയം ഉണ്ടാവും ബാൻഡ് പാസ് ഫിൽറ്റർ എന്നാണെന്നൊക്കെ. ഓക്കെ, ദെൻ വി ക്യാൻ ഹാവ് ബാൻഡ് റിജക്റ്റ് ഫിൽറ്റർ. ബാൻഡ് റിജക്റ്റ് അല്ലെങ്കിൽ ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്റർ എന്ന് പറയും, റിജക്റ്റ് ഓർ സ്റ്റോപ്പ് ഫിൽറ്റർ. ഓക്കെ, ഐദർ ഇറ്റ് ഈസ് നോൺ ആസ് BSF എന്ന് പറയാറുണ്ട്, BRF എന്ന് പറയാറുണ്ട്, എന്ത് തന്നെ ആയിക്കോട്ടെ. ഒരു പർട്ടിക്കുലർ ബാൻഡിനെ നമുക്ക് വേണ്ട, ഇതിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ബാൻഡ് ഓഫ് ഫ്രീക്വൻസി വേണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫിൽറ്ററാണ് ബാൻഡ് റിജക്റ്റ് അല്ലെങ്കിൽ ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഫിൽറ്ററിനെ കുറിച്ച് ഇത്രയും ഫിൽറ്ററാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഫിൽറ്റർ സർക്യൂട്ട്. ഓക്കെ, ഫിൽറ്ററിനെ കുറിച്ചൊരു കോമൺ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്.
ഓക്കെ, ഇനി നമ്മൾ ഓപ്പറേഷൻ ആംപ്ലിഫയർ ആസ് ഫിൽട്ടർ, ഓപ്പറേഷൻ ആംപ്ലിഫയർ എങ്ങനെയാണ് ഫിൽട്ടറായിട്ട് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? എന്താണ് ഈ ഫിൽട്ടർ എന്നുള്ളതിൻ്റെ ക്ലിയർ ആണോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, ക്ലിയർ ആണത്? ഞാൻ ഒന്നുകൂടെ പറയേണ്ട കാര്യമുണ്ടോ ഇതൊക്കെ? ഇതൊക്കെ ജനറൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നതാണ്. ഈവൻ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കണം കേട്ടോ. ഓക്കെ ഫൈൻ. നമ്മൾ ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ പഠിച്ചു കഴിഞ്ഞപ്പോൾ അത് ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ, നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന് രണ്ടായിട്ട് നമ്മൾ പഠിച്ചു. ഇൻവെർട്ടിംഗ് ടെർമിനൽ സിഗ്നൽ കൊടുത്ത് ആംപ്ലിഫൈ ചെയ്യുന്നതിനാണ് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ സിഗ്നൽ കൊടുത്ത്, ഇൻപുട്ട് സിഗ്നൽ കൊടുത്ത് ആംപ്ലിഫൈഡ് ആയിട്ട് കിട്ടുന്നതിനെയാണ് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫിൽട്ടർ സർക്യൂട്ടിലും നമുക്ക് നോൺ ഇൻവെർട്ടിങ്ങിലും ഇൻവെർട്ടിങ്ങിലും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഫിൽട്ടർ രണ്ട് ടൈപ്പ് ഉണ്ട്, ഇൻവെർട്ടിങ് നോൺ ഇൻവെർട്ടിങ് ഫിൽറ്ററും ഉണ്ട്. അതിനകത്ത് തന്നെ ഇപ്പോൾ ഇൻവെർട്ടിംഗ് ലോ പാസ് ഫിൽറ്റർ ഉണ്ട്, ഇൻവെർട്ടിംഗ് ഹൈ പാസ് ഫിൽറ്റർ ഉണ്ട്, ഇൻവെർട്ടിംഗ് ബാൻഡ് പാസ് ഉണ്ട്, ഇൻവെർട്ടിംഗ് ബാൻഡ് റിജക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നോൺ ഇൻവെർട്ടിങ്ങിലും ഉണ്ട്. ഓക്കെ, നോൺ ഇൻവെർട്ടിംഗ് ലോ പാസ്, ഹൈ പാസ്, ബാൻഡ് റിജക്റ്റ് ഫിൽറ്റർ. ഓക്കെ, ഇനിയിപ്പോൾ ഒരു നോൺ ഇൻവെർട്ടിംഗ് ലോ പാസ് ഫിൽറ്റർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ആൻസർ വി ക്യാൻ ഹാവ് എ നോൺ ഇൻവെർട്ടിംഗ് ലോ പാസ് ഫിൽറ്റർ. നോൺ ഇൻവെർട്ടിംഗ് ലോ പാസ് ഫിൽറ്ററിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമുക്കൊരു നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ഉണ്ടാവും. ലൈക്ക് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. R1 output voltage, so this is feedback circuit, and here this is a non-inverting amplifier. ഇത് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. കാരണം നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഇവിടെയാണ് അതിന് സിഗ്നൽ കൊടുക്കാൻ പോകുന്നത്. ഇവിടെ നെഗറ്റീവ് ഇൻപുട്ടിനകത്ത് നമ്മുടെ അതിൻ്റെ ഫീഡ്ബാക്ക് റെസിസ്റ്ററും അതുപോലത്തെ സർക്യൂട്ടുകൾ കൊടുത്തിരിക്കുകയാണ്. ഇനി ഇത് ആംപ്ലിഫയർ ആണ്. ഓക്കെ, ഇതൊരു നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. ദെൻ ഐ ആം അപ്ലൈയിങ് സിഗ്നൽ to here. C, and I am applying signal here V. Okay, so you will get V1 ഇൻപുട്ട് ഇവിടെ കിട്ടും. ആ ഇൻപുട്ടിനെയാണ് ഇത് ആംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പം നമുക്ക് പറയാൻ സാധിക്കും ഇത്രയും സെഷൻ അതിൻ്റെ ആംപ്ലിഫിക്കേഷൻ സെഷനാണ്. അതിൻ്റെ ഫിൽറ്ററിങ് സെഷൻ ശരിക്കും നടക്കുന്നത് അതിൻ്റെ ഇൻപുട്ടിലാണ്. ഇൻപുട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സെഷൻ എന്ന് പറയുന്നത് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ തന്നെയാണ്. ഓക്കെ, ആൻഡ് ദ ഫിൽറ്ററിങ് സെഷൻ ഹാപ്പനിങ് ഹിയർ. ദിസ് RC സർക്യൂട്ടിലാണ് അതിൻ്റെ ഫിൽറ്ററിങ് നടക്കുന്നത്. ദിസ് ഈസ് ഫിൽറ്റർ. അപ്പോൾ ജസ്റ്റ് ഫിൽറ്റർ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ആംപ്ലിഫയർ കൊടുത്തതിനെയാണ് നമ്മൾ നോൺ ഇൻവെർട്ടിംഗ് ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. പക്ഷേ ഇൻവെർട്ടിംഗ് ലോ പാസ് ഫിൽറ്ററിൽ എങ്ങനെയല്ല. ഓക്കെ, അത് ഞാൻ ഇൻവെർട്ടിംഗ് പറയുമ്പോൾ പറയാം. ഓക്കെ, അപ്പം നമുക്ക് ആംപ്ലിഫിക്കേഷന് മുമ്പ് ഒരു ഫിൽറ്ററിങ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ നോൺ ഇൻവെർട്ടിംഗ് ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലാണ് സിഗ്നൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഒരു ഫിൽറ്ററിങ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇത് ലോ പാസ് ഫിൽറ്റർ ആണെന്ന്. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഇത്രയും സർക്യൂട്ട് ഒരു ഫിൽറ്ററിങ് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഒരു ഫിൽറ്ററിങ് സർക്യൂട്ട് നമ്മൾ ശരിക്കും ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോണിക് സർക്യൂട്ട് പഠിച്ചിട്ടാണ് ഇത് ശരിക്കും പഠിക്കേണ്ടി വരുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത് ഇതാണ്. അതിന് ജസ്റ്റ് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. സോ ദിസ് ഈസ് എ ലോ പാസ് ഫിൽറ്റർ. എങ്ങനെയാണ് ഇത് ലോ പാസ് ഫിൽറ്റർ ആവുന്നത്? ഞാനത് എടുത്ത് എഴുതാം.
LPF. LPF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് അപ്പോൾ എങ്ങനെയായിരിക്കും? ലോ പാസ് ഫിൽറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഫ്രീക്വൻസിയാണ് വരയ്ക്കുന്നതെന്ന് വിചാരിക്കുക. ഇതതിൻ്റെ ഗെയിനാണ്. ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. സോ ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് ഗെയിൻ കൂടും. ഓക്കെ, ഇൻപുട്ട് കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുകയാണെങ്കിൽ, ഇൻപുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗെയിൻ കൂടും. ഓക്കെ, സോ ഗെയിൻ എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസിയിൽ അതിനൊരു പർട്ടിക്കുലർ ഗെയിൻ ആയിരിക്കും. സോ ഫോർ എക്സാമ്പിൾ ഇതാണ് ഇങ്ങനെ ലോ ഫ്രീക്വൻസി. ഇവിടെ ലോ ഫ്രീക്വൻസിയാണ്, ഇത് ഫ്രീക്വൻസി ആണ് എക്സ് ആക്സിൽ വരച്ചിരിക്കുന്നത്. ഇതൊക്കെ അപ്പോൾ 0 ഹെർട്സ് തൊട്ട് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുകയാണ്. സോ ഫ്രം എ പർട്ടിക്കുലർ ഫ്രീക്വൻസി, ദാറ്റ് ഫ്രീക്വൻസി ഈസ് ജനറലി നോൺ ആസ് കട്ട് ഓഫ് ഫ്രീക്വൻസി. കട്ട് ഓഫ് ഫ്രീക്വൻസി എത്തുന്നത് വരെ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. സോ കട്ട് ഓഫ് ഫ്രീക്വൻസി എത്തും. ആഫ്റ്റർ ദാറ്റ് the output gain will be 0. This is for an ideal low pass filter. This is ideal low pass filter. Ideal low pass filter ന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി, that is FC. കട്ട് ഓഫ് ഫ്രീക്വൻസി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിഗ്നൽസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ 0 to FC, where FC is cut off frequency. 0 to FCയിൽ ഗെയിൻ എന്ന് പറയുന്നത്, we have a gain. Consider we have a gain A. Consider ഇതാണ് ഒരു കോൺസ്റ്റൻറ്റ് A ആണെന്ന് വിചാരിക്കുക. ഗെയിൻ എന്ന് പറയുന്നത് A ആണ്. If Fin is the input frequency is greater than cutoff frequency, then gain will be 0. So these are for ideal filter. This is for ideal filter. Gain will be 0. Okay, clear ആയോ ലോ പാസ് ഫിൽറ്റർ എന്താണെന്ന്? അപ്പം ലോ ഫ്രീക്വൻസിയിൽ നമുക്കൊരു ഗെയിൻ ഉണ്ടാവും, ഒരു നല്ലൊരു ഗെയിൻ ഉണ്ടാവും ഫിൽറ്റർ സർക്യൂട്ടിൽ നിന്ന് ആഫ്റ്റർ കട്ട് ഓഫ് ഫ്രീക്വൻസി വരെ. ആഫ്റ്റർ കട്ട് ഓഫ് ഫ്രീക്വൻസി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഗെയിൻ 0 ആയി പോകും. അപ്പോൾ എന്താ സംഭവിക്കുക? ഇൻപുട്ട് ഫ്രീക്വൻസി നമ്മളൊരു 0 to ഒരു സർട്ടൈൻ ഫ്രീക്വൻസി, ദാറ്റ് മീൻസ് കട്ട് ഓഫ് ഫ്രീക്വൻസി വരെ നമുക്കൊരു നല്ല ഗെയിൻ ഉണ്ടാവും, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഗെയിൻ ഉണ്ടാവും. ആഫ്റ്റർ ദാറ്റ് ഇൻപുട്ട് ഫ്രീക്വൻസി കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വോൾട്ടേജ് മൊത്തം കുറയും, വോൾട്ടേജ് 0 ആയി പോകും. ദിസ് ഈസ് ഫോർ ഐഡിയൽ കേസ്. ഐഡിയൽ കേസിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ബട്ട് ഇൻ പ്രാക്ടിക്കൽ കേസ് ദിസ് വിൽ നെവർ ഹാപ്പൻ. ഇതിങ്ങനെ ഹാപ്പൻ ചെയ്യില്ല. സോ ഇങ്ങനെ നമ്മൾ ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ടിരുന്ന ഒരു സർട്ടൻ ലിമിറ്റ് തൊട്ടേ ഇതിങ്ങനെ കുറഞ്ഞു കൊടുക്കും. ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. ദിസ് ഈസ് ഫോർ പ്രാക്ടിക്കൽ കേസ്. പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടും. ദിസ് ഈസ് ഫോർ ഐഡിയൽ, ദിസ് ഈസ് ഫോർ പ്രാക്ടിക്കൽ. ഒരു സർട്ടൻ ഫ്രീക്വൻസി കൂട്ടുമ്പോൾ തൊട്ട് ഇങ്ങനെ കിട്ടും. അത് ഞാൻ പറയാം, അത് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ ലോ പാസ് ഫിൽറ്ററൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ലോ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞ് ലോ ഫ്രീക്വൻസിനെ കടത്തി വിടും. ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി വരെ, കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ്, അതുവരെ അത് കടത്തി വിടും. അതിനുശേഷം നമ്മൾ ഇൻപുട്ട് ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കുറഞ്ഞുകൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് ഗെയിൻ കുറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഒരു ലോ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ RC ലോ പാസ് ഫിൽറ്റർ തന്നെയാണ് നമ്മൾ ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്ന സോ ഇങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ദിസ് ഇസ് ഗ്രൗണ്ട്, സോ ദിസ് ഇസ് ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ദിസ് ഇസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് ദിസ് ഇസ് ദ R and C. Okay, all right. So what will be the output voltage? What will be the output voltage? Vout. ഇപ്പോൾ ഇവിടെ ഈ സിക്ക് പകരം ഒരു റെസിസ്റ്ററാണ് വെച്ചിരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്? ലെറ്റ് ഐ ആം അപ്ലൈങ്, ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. ഒരു റെസിസ്റ്റർ തന്നെയാണ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. കൺസിഡർ ദിസ് ഈസ് R1 ആൻഡ് ദിസ് ഈസ് R2. ദിസ് ഈസ് ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. ഞാൻ ഇവിടെ ഇൻപുട്ട് കൊടുത്തു, Vin കൊടുത്തു,
ഇവിടെ വി ഔട്ട് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. വാട്ട് വിൽ ബി മൈ വി ഔട്ട്? വെറുതെ ഞാൻ എക്സാമ്പിളിന് വേണ്ടി പറയുന്നതാണ്, മനസ്സിലാക്കാൻ വേണ്ടി. വി ഔട്ട് എന്തായിരിക്കും? വി ഔട്ട് ഈസ് നത്തിങ് ബട്ട് വി ഇൻ ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇതാണ് വി ഔട്ട് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് മൾട്ടിപ്ലൈഡ് ബൈ ഏതിന് അക്രോസ് ആയിട്ടാണോ നമ്മൾ ഔട്ട്പുട്ട് കാണേണ്ടത് ആ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ദി ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇത് ഈ ഈ ഈ ഇക്വേഷൻ മനസ്സിലാവാത്തവരാരെങ്കിലും ഉണ്ടോ? ഈ പർട്ടിക്കുലർ ഇക്വേഷൻ ക്ലിയർ ആണോ? ഈ ഇക്വേഷൻ നിങ്ങൾ ക്ലിയർ ആണോ എന്ന് ചോദിക്കുമ്പം ആരെങ്കിലും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം. ക്ലിയർ അല്ലാത്തവർ ക്ലിയർ അല്ല എന്ന് തന്നെ പറയണം. ക്ലിയർ ആയവർ ക്ലിയർ ആയി നിങ്ങൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് സെഷനിലേക്ക് പെട്ടെന്ന് പോകാം. ക്ലിയർ ആണോ? ഓക്കെ. സോ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ വി ഔട്ട് എന്തായിരിക്കും? വി ഔട്ട് ഈസ് ഈക്വൽ ടു വി ഇൻ മൾട്ടിപ്ലൈഡ് ബൈ ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റർ. ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ കപ്പാസിറ്ററിനെയാണ് നമ്മൾ റിയാക്റ്റൻസ് ഓഫ് ദ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്, എക്സ് സി എന്ന് പറയുന്നു, ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എക്സ് സി ആയിരിക്കുമല്ലോ വി ഔട്ട് എന്ന് പറയുന്നത്. സോ വേർ എക്സ് സി ഈസ് നത്തിങ് ബട്ട് റിയാക്റ്റൻസ് ഈസ് നത്തിങ് ബട്ട് റെസിസ്റ്റൻസ് ആണ്, റിയാക്റ്റൻസ് ഓഫേർഡ് by a capacitor, and it is depending upon the frequency ഡിപ്പെൻഡ് ചെയ്യും ഈ റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ റെസിസ്റ്ററിൽ നമുക്കറിയാം അതിൻ്റെ ഫ്രീക്വൻസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. ഡി സി ആയിക്കോട്ടെ, ഹൈ ഫ്രീക്വൻസി ആയിക്കോട്ടെ, ലോ ഫ്രീക്വൻസി ആയിക്കോട്ടെ, അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയും ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പോൾ 10 ohm എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ohm തന്നെയായിരിക്കും. ഇപ്പം ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ ലോ ഫ്രീക്വൻസി ആണെങ്കിൽ 10 ohm തന്നെയായിരിക്കും. ബട്ട് കപ്പാസിറ്ററിലും ഇൻഡക്ടറിലും അതിൻ്റെ ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റ് ആണ് അതിൻ്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. റിയാക്റ്റൻസ് ഓഫേർഡ് ബൈ എ ഇൻഡക്ടർ ഓർ എ കപ്പാസിറ്റർ ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ആൻഡ് ഇറ്റ് ഈസ് ഞാൻ പറഞ്ഞു അതിൻ്റെ ഇൻപുട്ട് ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. വേർ എക്സ് സി എന്ന് പറയുന്നത് എക്സ് ഈസ് നത്തിങ് ബട്ട് x is nothing but 1 by 2 pi fc, where f is the input frequency and c is the capacitance. So the reactance is inversely proportional to the frequency. അപ്പോൾ ഫ്രീക്വൻസി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിയാക്റ്റൻസ് കുറയും, ഫ്രീക്വൻസി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിയാക്റ്റൻസ് കൂടും. വേറെ സി കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. Capacitance, C is the capacitance of the capacitor, F is the input frequency, and X is the reactance. So if we increase the input frequency, Xc will be decreased because it is inversely proportional. And we can also say that Xc is equal to 1 by omega c, where omega is 2 pi f, angular frequency, and W is angular frequency, that is equal to 2 pi f. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. ഓക്കെ. സോ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഡയറക്ഷണൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പം ഒരു റെസിസ്റ്റർ ഇത് ഞാൻ ശരിക്കും ഞാൻ പറഞ്ഞു RC സർക്യൂട്ടൊക്കെ പഠിപ്പിക്കേണ്ടതാണ്. അത് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം. നമുക്കറിയാം ഒരു റെസിസ്റ്ററിൽ എന്താണ് സംഭവിക്കുക, നമ്മൾ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് വേഴ്സസ് കറൻറ്റ് ഒരു റെസിസ്റ്ററിൽ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. അപ്പം ഞാനൊരു റെസിസ്റ്ററിൽ ഒരു വോൾട്ടേജ് അക്രോസ് ആയിട്ട് വോൾട്ടേജ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ദിസ് ഈസ് വോൾട്ടേജ്. അതിനകത്തേക്കൂടെ പോകുന്ന കറണ്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഇതാണ് അതിനകത്തോടെ പോകുന്ന കറണ്ട് എന്ന് വിചാരിക്കുക.
കണ്ടോ, ഇതിനകത്ത് ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അനുസരിച്ച് ഈ കറണ്ട് കൂടുകയും കുറയുകയും ചെയ്യും. ഓക്കെ, ബിക്കോസ് വി ഈസ് ഈക്വൽ ടു IR ആണ്. ഞാൻ റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ടിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. So this is resistance, this is I, and this is voltage. So this is I and this is voltage. V is equal to IR. There will be no phase change between voltage and current. Voltage and current തമ്മിൽ phase difference ഒന്നുമില്ല. But കപ്പാസിറ്ററിലൂടെ പോകുമ്പോൾ, when we consider as a capacitor, കപ്പാസിറ്ററിലൂടെ പോകാമെന്ന് വിചാരിക്കുക. There is I. Voltage across the capacitor is V. So consider this is the voltage across the capacitor V. When the current is passing, the current lead the voltage, there will be a phase difference. There will be a phase difference. Current lead by 90 degree. Consider this is the current. There will be a phase change between voltage and current in capacitor. അപ്പോൾ കപ്പാസിറ്ററിലൂടെ പോകുമ്പോൾ this is for resistor and this is for capacitor. കപ്പാസിറ്ററിൽ voltage and current having a phase difference. That current is having a phase difference. But in resistor it will not happen. റെസിസ്റ്ററിൽ റെസിസ്റ്റൻസ് അനുസരിച്ച് അതിൻ്റെ കറണ്ട് കുറയുന്നേ ഉള്ളൂ, വോൾട്ടേജും കറണ്ട് കുറയുന്നേ ഉള്ളൂ. ദർ വിൽ ബി നോ ഫേസ് ഡിഫറൻസ്. ഞാൻ ഈ ഫേസ് വരച്ചത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഫേസ് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല റെസിസ്റ്ററിലൂടെ പോകുന്നത്. ബട്ട് കപ്പാസിറ്ററിലൂടെ അതിൻ്റെ കപ്പാസിറ്റൻസും ഫ്രീക്വൻസിയൊക്കെ അനുസരിച്ച്, ഇൻപുട്ട് ഫ്രീക്വൻസിയൊക്കെ അനുസരിച്ച് അതിൻ്റെ ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. സോ അത്ര നിങ്ങൾ മനസ്സിലാക്കുക. ആ ഫേസ് ഡിഫറൻസ് ഉള്ള കാരണം അത് ഇമാജിനറി ആക്സിസിലൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട വരും. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ XC ഈസ് ഈക്വൽ ടു JXC എന്നാണ് പറയുന്നത്. ഇറ്റ്സ് നത്തിങ് ബട്ട് ജെ എന്ന് പറയുന്നത് ഇമാജിനറി ആയിട്ടുള്ള ആക്സിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. JωC ഇറ്റ്സ് നത്തിങ് ബട്ട് ജെ. ജെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ J² എന്ന് കിട്ടും. J² ഈസ് ഈക്വൽ ടു -1 എന്നൊക്കെ കിട്ടും. സോ യു ഡോണ്ട് കൺസിഡർ ദിസ് ജെ. ഇത് ഇമാജിനറി ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. അതിന് ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ JX വേറെ XC ഈസ് ഈക്വൽ ടു 1/ωc ആണ്. വേറെ JXC ഈസ് ഈക്വൽ ടു 1/jωc. J² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം -1 ആണെന്ന് അറിയാം. സോ അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. ഈ നെഗറ്റീവ് സൈനൊന്നും നിങ്ങളിപ്പോൾ കൺസിഡർ ചെയ്യേണ്ട. നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് ഇത്രയും നോക്കുക. ഞാൻ അതോടെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ നിങ്ങൾ ഇത്രയും വിചാരിക്കുക. ഇതിനകത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് Vin ഇൻറ്റു XC ഈസ് ദ റിയാക്റ്റൻസ് ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റർ ഡിവൈഡഡ് ബൈ R പ്ലസ് JXC. ആൻഡ് ദിസ് XC ഫാക്ടർ ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇൻപുട്ട് ഫ്രീക്വൻസി. ഇൻപുട്ട് ഫ്രീക്വൻസിക്ക് ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം എന്താ, ഇൻപുട്ട് ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ XC കുറയും. XC കുറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ദിസ് ഇക്വേഷൻ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ഡിക്രീസസ്. ഈ സർക്യൂട്ടിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Vout/Vin എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്താണ്? സോ ദ ഗെയിൻ ഓഫേർഡ് ബൈ ദ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സോ ദ ഗെയിൻ ഓഫ് LPF സിംപ്ലി. അപ്പോൾ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Vout ഡിവൈഡഡ് ബൈ Vin ആണ്. Vin ഈസ് ഈക്വൽ ടു XC ഡിവൈഡഡ് ബൈ R പ്ലസ് JXC, where input frequency Fin increases, or you can say angular frequency omega in, or 2πf increases. What will happen? XC will start to reduce. When XC start to reduce ആയി കഴിഞ്ഞാൽ എന്താണ്?
here it is gain start to reduce. So that is why it is known as low pass filter. So the frequency, when the frequency increases, Xc will reduces. When Xc reduces, the gain will be reduces. Okay. So the filtering circuit എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഉള്ള ഈ ഫിൽറ്ററിംഗ് സർക്യൂട്ട് മാത്രമേ ഉള്ളൂ. Here we can see that this is the filtering circuit. This is just an amplifier circuit. This amplifier circuit gain എന്താണ്? 1 plus RF by R1 ആണ് ഇതിൻ്റെ gain എന്ന് പറഞ്ഞിട്ടുണ്ട്. So the gain will be gain of non-inverting amp is nothing but 1 plus RF divided by R1 ആണ്. That is also a constant value, RF divided by 1 RF. Consider that can be is that AF, that is feedback circuit gain എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഗെയിൻ ഓഫ് ദ സർക്യൂട്ട്, so we can say that V0 Vout by Vin is nothing but this AF divided by, we can say that Xc divided by R plus J യോട് ഇൻക്ലൂഡ് ചെയ്തതിന് JXc. Okay, so this is not Vout, Vin എന്ന് പറയുന്നത് is nothing but AF into JXc R plus JXc. ഒരു സീരീസ് ആയിട്ടുള്ള സർക്യൂട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഗെയിൻ എൻ്റയർ ഗെയിൻ എന്ന് പറയുകയാണെങ്കിൽ ഗെയിൻ ഓഫ് ദ ഫസ്റ്റ് സർക്യൂട്ട് മൾട്ടിപ്ലൈഡ് ബൈ ദി ഗെയിൻ ഓഫ് ദ സെക്കൻഡ് സർക്യൂട്ട്. വേർ ഗെയിൻ ഓഫ് ദ ഫസ്റ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ഗെയിൻ ഓഫ് ദ ഫസ്റ്റ് സർക്യൂട്ട് നമ്മൾ കണ്ടു എന്താണ്? 1 by j omega c divided by R plus 1 by j omega c or Xc JXc divided by R plus JXc ആണ് ഫസ്റ്റ് സർക്യൂട്ടിൻ്റെ ഗെയിൻ. ലോ പാസ് ഫിൽറ്ററിൻ്റെ ഗെയിൻ കിട്ടി. സെക്കൻഡ് സർക്യൂട്ടിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഒരു നോൺ ഇൻവേർട്ടിങ് ആംപ്ലിഫയർ ആണ്. അതിൻ്റെ 1 plus RF by R1 ആണ്. അത് കോൺസ്റ്റൻ്റ് ആണ്. അത് AF എന്ന് പറഞ്ഞ വാല്യൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. ആൻഡ് JXc is nothing but 1 by j omega c. Okay, so it is like that. ഇത് ക്ലിയർ ആണോ? ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? രണ്ട് സീരീസ് സർക്യൂട്ട് ആണെങ്കിൽ അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് ഗെയിൻ ഓഫ് ദ ഫസ്റ്റ് സർക്യൂട്ട് മൾട്ടിപ്ലൈഡ് ബൈ ഗെയിൻ ഓഫ് ദ സെക്കൻഡ് സർക്യൂട്ടാണ്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. ടോട്ടൽ ഗെയിൻ എന്ന് പറയുന്നത് ടോട്ടൽ ഗെയിൻ വിൽ ബി Vout divided by V എന്ന് പറഞ്ഞ AF into JXc divided by R plus JXc ആണ്. where JXc is nothing but 1 by j omega c. So we can be say that AF into 1 by j omega c divided by R plus 1 by j omega c. So when it is close multiplied, R j omega c plus 1 divided by j omega c. So the j omega c will be cancelled out. So you can get AF into 1 by 1 plus j omega RC. J omega RC. You will get like that. J omega c cancel ആയി പോകും. ക്ലോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ R j omega c plus 1 എന്ന് കിട്ടും. 1 by R j omega c എന്ന് കിട്ടും. So this is V0 by Vin. When we take the modulus, that means അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ you will get as one plus
j omega RC ഇങ്ങനെ കിട്ടും. സോ where j square is equal to -1, ഞാൻ മൈനസ് ഫാക്ടേഴ്സ് ഒന്നും എടുക്കുന്നില്ല. സോ യു വിൽ ഗെറ്റ് AF square 1 plus omega square R square C square. You will get that. So where 1 by RC is nothing but the cutoff frequency. I already mentioned that the cutoff frequency, omega C, consider this is the cutoff frequency. Cutoff frequency എന്ന് പറയുന്നത് എന്താണ്? ഞാനിവിടെ പറഞ്ഞു ഐഡിയൽ ഫിൽറ്ററിൻ്റെ കേസിൽ ഇതാണ് അതിൻ്റെ കട്ട്-ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രാക്ടിക്കൽ കേസിലാവുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, ഐഡിയൽ കേസിലാവുമ്പോൾ ഒമേഗ സി ഈസ് കട്ട്-ഓഫ് ഫ്രീക്വൻസി ആൻഡ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1/RC. 1/RC ആണ് അതിൻ്റെ കട്ട്-ഓഫ് ഫ്രീക്വൻസി വരിക. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട്, സോ ദിസ് ഇക്വേഷൻ can be says like V out divided by V in modulus is nothing but root of AF square 1 plus 1/RC is omega C, omega square by omega C square. So we can be taken outside these things. AF square in the root by AF എന്ന് കിട്ടും 1 by omega by omega C the whole square എന്ന് കിട്ടും. So this is V out by V, total V out by V എന്ന് പറയുന്നത് ഇത്രയും കിട്ടും. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? ഈ ഇക്വേഷനിൽ നിന്ന് ആദ്യത്തെ ഇക്വേഷൻ തന്നെ പോലത്തെ തന്നെ ഇതാണ്. ടോട്ടൽ ഗെയിൻ ഓഫ് ദ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഗെയിൻ ഓഫ് ദി ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. ഗെയിൻ ഓഫ് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിനെ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഡിപ്പെൻഡ് where AF is equal to nothing but 1 plus RF by R1. That is the gain of the non-inverting amplifier, and omega divided by omega C square, where omega is the input frequency, where omega is the input frequency, input കൊടുക്കുന്ന frequency ആണ് omega എന്ന് പറയുന്നത്. എന്ത് സിഗ്നൽ ആണോ കൊടുക്കുന്നത് അതിൻ്റെ ഫ്രീക്വൻസിയാണ് ഒമേഗ എന്ന് പറയുന്നത്. ആൻഡ് ഒമേഗ സി ഈസ് ദ കട്ട് ഓഫ് ഫ്രീക്വൻസി. Cutoff frequency is a constant frequency and it is depending upon omega c is nothing but 1/RC. Omega c is 1/RC. So R ഉം C യും കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുകയാണെങ്കിൽ അതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഇൻപുട്ട് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുമ്പോൾ, ഇഫ് കട്ട് ഓഫ് ഫ്രീക്വൻസിനേക്കാളും ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇൻപുട്ട് ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇത് 0 തൊട്ട് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പം ഇൻപുട്ട് ഫ്രീക്വൻസി ഒമേഗ എന്ന് പറയുന്നത് 0 ആണെന്ന് വിചാരിക്കുക. 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ടൈം മൊത്തം ഒമേഗ ബൈ ഒമേഗ സി എന്ന് പറഞ്ഞാൽ 0/ωc വരും. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. കൺസിഡർ ഒമേഗ സി കട്ട് ഓഫ് ഫ്രീക്വൻസി 1 kHz ആണെന്ന് വിചാരിക്കുക. ഞാൻ ഇൻപുട്ട് ഈ സർക്യൂട്ടിൽ ഇൻപുട്ട് ഫ്രീക്വൻസി 0 to ഒരു 10 kHz വരെ കൂട്ടുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, 0 to 10 kHz വരെ ഇൻപുട്ട് ഫ്രീക്വൻസി കൂട്ടുകയെന്ന് വിചാരിക്കുക. 0 ഹെഡ്സിൽ എന്താ സംഭവിക്കുക? 0 ഹെഡ്സിൽ 0/1 kHz സ്ക്വയർ എന്ന് കിട്ടും. സോ 1 + 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 തന്നെയാണ്. AF തന്നെ കിട്ടും. എന്താണോ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ അത് തന്നെ നമുക്ക് കിട്ടും ഈ സർക്യൂട്ടിനകത്ത്. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ദർ വിൽ ബി എ സ്ക്വയർ വാല്യൂസ്. ഓക്കെ, ഇങ്ങനെ ഉണ്ട്, അതിടാൻ ഞാൻ മറന്നുപോയി. ഓക്കെ, സോ നമുക്ക് √1 എന്ന് പറയുന്നത് നമുക്ക് 1 തന്നെ കിട്ടും. സോ AF തന്നെ കിട്ടും. ഇനി ഞാനിത് കൂട്ടിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഞാനൊരു 100 ഹെഡ്സ് വെച്ചു എന്ന് കരുതുക. അപ്പോൾ ഈവൻ 100 ഡിവൈഡഡ് ബൈ 1000, 1 kHz എന്ന് പറഞ്ഞാൽ 1000 ആണ്. 100 ഡിവൈഡഡ് ബൈ 1000 എന്ന് പറയുന്നത് നമുക്ക് 0.1 എന്ന് കിട്ടും. 0.1ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 0.01 എന്ന് കിട്ടും. സോ 1 + 0.01 എന്ന് പറയുന്നത് 1നോട് അടുപ്പിച്ചിട്ടുള്ള വാല്യൂ തന്നെയാണ്. അപ്പോഴും ഗെയിന് വലിയ വ്യത്യാസമൊന്നും വരില്ല. ഇനി
ഞാനിപ്പം ഒമേഗ എന്ന് പറയും ഇൻപുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1000 ഹെർട്സ് ആക്കി വെച്ചു എന്ന് കരുതുക. 1000 ഡിവൈഡഡ് ബൈ 1000, സോ 1 എന്ന് കിട്ടും. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 എന്ന് തന്നെ കിട്ടും. 1 + 1 എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടും. സോ √2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 1.4 ഒക്കെ സംതിങ് കിട്ടും. അപ്പം 1 കിലോ ഹെർട്സ് കട്ട് ഓഫ് ഫ്രീക്വൻസി ആയി കഴിയുമ്പോഴേക്കും ഗെയിൻ എന്ന് പറയുന്നത് ഈവൻ 1.4 ടൈംസ് ഒക്കെ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടിക്കൽ കേസിൽ ഈ കട്ട് ഓഫ് ഫ്രീക്വൻസി പറയുന്നത് 70.7% കുറയുന്ന ആ ഫ്രീക്വൻസിക്കാണ്. പ്രാക്ടിക്കലി മാക്സിമം ഗെയിനിൻ്റെ 70.7% കുറയുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ 1.4 ടൈംസ് കുറഞ്ഞു കഴിയുമ്പോഴേക്കും അതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി ആയി. ഇൻപുട്ട് ഫ്രീക്വൻസി കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് സെയിം ആയി കഴിയുമ്പോൾ അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് 70.7% ഓഫ് ഇനീഷ്യൽ ഗെയിൻ, AFൻ്റെ 70.7%. ഇനി നിങ്ങൾ വിചാരിക്കുക ഇനി കട്ട് ഓഫ് ഫ്രീക്വൻസിനേക്കാളും കൂട്ടി കഴിയുമ്പോൾ എന്താണ് പറ്റുക? 2 കിലോ ഹെർട്സ് വയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നോക്കുക. അപ്പോൾ 2/1 കിട്ടും. ദാറ്റ് ഈസ് 2. 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 എന്ന് കിട്ടും. 4 + 1 എന്ന് വെച്ചാൽ 5 എന്ന് കിട്ടും. √5 എന്ന് കിട്ടും. √5 എന്ന് പറഞ്ഞാൽ 2.25 സംതിങ് അത്രയും വാല്യൂ കിട്ടും. അപ്പോൾ AF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 2.25 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും പകുതി കൂടുതൽ കുറഞ്ഞു. ഓക്കെ, സോ ഇനി ഞാൻ ഇൻപുട്ട് ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറഞ്ഞുകൊണ്ടിരിക്കും, ഗെയിൻ കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ഹോപ്പ് ദിസ് കുഡ് ബി ക്ലിയർ ടു യു. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. സോ ദിസ് സർക്യൂട്ട് എങ്ങനെയാണ് ഒരു ലോ പാസ് ഫിൽറ്ററായിട്ട് വർക്ക് ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ക്ലിയർ ആയത് നിങ്ങൾക്ക് ഈ ഐഡിയ എങ്ങനെയാണ് ലോ പാസ് ഫിൽറ്ററായിട്ട് ആക്ട് ചെയ്തതെന്ന്? അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യം മനസ്സിലാക്കുക. ഇപ്പം ഞാൻ ഇത് ഒരു പാരലായിട്ടുള്ള കപ്പാസിറ്റർ അക്രോസ് ആയിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. വേറെ കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇൻപുട്ട് ഫ്രീക്വൻസിയാണ്. ഇൻപുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് XC = 1/2πfc ആണ്, or 1/ωc എന്നാണ്. 2πf എന്ന് പറഞ്ഞാൽ ωc ആണ്. So the omega increases, what will happen? XC will be reduces. So it will be like a low pass filter. Low pass filter ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? ഈ ഐഡിയ ക്ലിയർ ആണോ നിങ്ങൾക്ക്? DC സർക്യൂട്ട് DC ഇൻപുട്ട് ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇവിടെ നമ്മൾ ആ ഇക്വേഷനിൽ നോക്കുക. ഇഫ് ഐ എം അപ്ലൈങ് എ DC ഇൻപുട്ട് ആണെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് 0 ആണ്. 0/anything വിൽ ബി 0. അപ്പോൾ √1 കിട്ടും. √1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 തന്നെയാണ് കിട്ടുക. സോ ആ ഗെയിൻ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഇപ്പം DC ഇൻപുട്ട് വോൾട്ടേജ് ആണ് കൊടുക്കുന്നതെങ്കിലും നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിൻ ഓഫ് ദ സർക്യൂട്ട്, ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ തന്നെയാണ് കിട്ടുന്നത്. അതായത് അതിൻ്റെ മാക്സിമം ഗെയിനാണ്, ആ സർക്യൂട്ടിൻ്റെ മാക്സിമം ഗെയിൻ തന്നെയാണ് കിട്ടാൻ പോകുന്നത്. സോ 0 to, അതുകൊണ്ടാണ് 0 to കട്ട് ഓഫ് ഫ്രീക്വൻസി വരെ അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. ബട്ട് ഇൻ പ്രാക്ടിക്കൽ കേസിൽ കട്ട് ഓഫ് ഫ്രീക്വൻസി ആകുമ്പോഴേക്കും 70.7% കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ബട്ട് പ്രാക്ടിക്കലി ഐഡിയൽ കേസിൽ പറയുമ്പോൾ ωc വരെ നമുക്കൊരു ഫ്ലാറ്റായിട്ടുള്ള ഫിൽറ്റർ റെസ്പോൺസാണ് ഐഡിയൽ കേസിൽ പറയുന്നത്. ബട്ട് ഇൻ പ്രാക്ടിക്കലി ഇറ്റ് വിൽ ബി ലൈക്ക് ഒരു പതുക്കെ ഒരു സ്ലോപ്പായിട്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ദി ലോ പാസ് ഫിൽറ്റർ. ലോ പാസ് ഫിൽറ്റർ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ലോ പാസ് ഫിൽറ്ററിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഓർഡർ ഫിൽറ്ററുണ്ട്, സെക്കൻഡ് ഓർഡർ ഫിൽറ്ററുണ്ട്, തേർഡ് ഓർഡർ ഫിൽറ്ററുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ ഫിൽറ്ററിൻ്റെ ഒരു RC സർക്യൂട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഡർ പറയുന്നത് എത്ര RC സർക്യൂട്ട് ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡൻ്റ് ആണ് ഇതിൻ്റെ ഓർഡർ പറയുക. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഫസ്റ്റ് ഫിൽറ്റർ സർക്യൂട്ടിനകത്ത് ഒരു RC സർക്യൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം നമുക്ക് ഒരു RC സർക്യൂട്ടാണ് ഇൻപുട്ടിൽ വെച്ചത്. ഒരു RC സർക്യൂട്ട് വയ്ക്കുന്നതിനാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ there will be second order filter. ഈ ഓർഡർ കൂടുന്തോറും ഇതിൻ്റെ റെസ്പോൺസ്, ഫിൽറ്ററിൻ്റെ റെസ്പോൺസ് ഐഡിയൽ റെസ്പോൺസ് ആയിക്കൊണ്ടിരിക്കും, ഐഡിയൽ റെസ്പോൺസിനോട് അടുത്തുകൊണ്ടിരിക്കും. സോ ഓർഡർ ഓഫ് ഫിൽറ്റർ ഈസ് നത്തിങ് ബട്ട്, ഇപ്പം ഞാനിപ്പം അതിൻ്റെ റെസ്പോൺസ് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ് ആണ്
ഐഡിയലായിട്ടുള്ള റെസ്പോൺസ്, ദറ്റ് ഈസ് കട്ട് ഓഫ് ഫ്രീക്വൻസി ഒമേഗ സി വരുമ്പോൾ ഐഡിയലായിട്ടുള്ള ഗെയിൻ എന്ന് പറയുന്നത്, ഗെയിൻ കൺസിഡർ ദിസ് ഈസ് ദ ഗെയിൻ ആൻഡ് ഒമേഗ സി ആൻഡ് ദിസ് ഈസ് ദ ഫ്രീക്വൻസി. ഓക്കെ, ദിസ് ഈസ് ദ ഐഡിയൽ റെസ്പോൺസ്, ഐഡിയലായിട്ടുള്ള റെസ്പോൺസ്. ഇനി ഫസ്റ്റ് ഓർഡർ ഫിൽറ്ററിൻ്റെ ആണ് ഞാൻ പറഞ്ഞത്. It will be like this. This is for first order filter ഇങ്ങനെ വരും. And in the case of second order filter, it will be like this. This is for second order filter. And in the case of third order filter, this is the response for third order filter. കണ്ടോ, നിങ്ങൾ ഓർഡർ കൂട്ടും തോറും ഇതിൻ്റെ ഐഡിയൽ റെസ്പോൺസിനോട് അടുത്തുകൊണ്ടിരിക്കും ഈ ഫിൽറ്ററിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഓർഡർ കൂട്ടുന്നത് എങ്ങനെയാണ്? ഇപ്പം ദിസ് ഈസ് മൈ ഫസ്റ്റ് ഓർഡർ ഫിൽറ്റർ. ഓക്കെ, ദിസ് ഈസ് ആർ സി ആൻഡ് ഇറ്റ്സ് കട്ട് ഓഫ് ഫ്രീക്വൻസി ഈസ് നത്തിങ് ബട്ട് 1/RC. This is for first order. Okay, this is for first order filter. And in the case of second order filter, what we'll do is we will place another RC. Consider this is R1 C1 and this is R2 C2. This is the second order filter. And what will be the cutoff frequency? Cutoff frequency is nothing but 1/root of R1 R2 C1 C2. This is the cutoff frequency. And if R1 is equal to R2 and C1 equal to C2, what will happen? Omega C is nothing but 1/root of RR, that is R square, and the C square, that is we can say that 1/RC. If R1 is equal to R2 and C1 is equal to C2, we will get the cutoff frequency same as the first order filter. And third order filter ആകുമ്പോൾ നമ്മൾ R1 R2 C1 C2 R3 R1 C1 R2 C2 and R3 C3 അങ്ങനെ വയ്ക്കും തേർഡ് ഓർഡർ ഫിൽറ്റർ ആകുമ്പോൾ. അപ്പോൾ നമ്മൾ RCയുടെ എണ്ണം കൂട്ടും തോറും അതിൻ്റെ ഓർഡർ കൂടിക്കൊണ്ടിരിക്കും. ഓർഡർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സിനോട് അടുത്തുകൊണ്ടിരിക്കും. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞതിൻ്റെ ഐഡിയ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, so this is about a low pass filter, and this is only the low pass filter with non-inverting amplifier. Non-inverting amplifier വെച്ചിട്ടുള്ള ലോ പാസ് ഫിൽറ്റർ ആണ് ഞാനീ പറഞ്ഞത്. ഇനി ഇൻവെർട്ടിംഗ് ലോ പാസ് ഫിൽറ്റർ ഉണ്ട്. ഇൻവെർട്ടിംഗ് ലോ പാസ് ഫിൽറ്റർ, സോ ഐ ക്യാൻ സേ, അതായത് ഇൻവെർട്ടിംഗ് ടെർമിനലാണ് എൻ്റെ സിഗ്നൽ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. സോ വി ക്യാൻ ഹാവ് inverting amplifier with the low pass filter. Okay, so it will be like that. Circuit will be, so അതിൻ്റെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ അപ്പോൾ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഇൻവെർട്ടിംഗ് ടെർമിനലാണ് എൻ്റെ സിഗ്നൽ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. സോ this is R1 and this is V in. In ideal circuit it will be like this. This is my V out. This is simply an, what is circuit is this? This is simply an integrator circuit. അല്ലേ? നമ്മൾ ഇൻറ്റഗ്രേറ്റർ സർക്യൂട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇൻറ്റഗ്രേറ്ററും ഡിഫറൻഷ്യേറ്ററും പഠിച്ചിട്ടുണ്ടായിരുന്നു.
ഇത് സിംപ്ലി ഒരു ഇൻ്റഗ്രേറ്റർ സർക്യൂട്ടാണ്. ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട് ക്യാൻ ബി ആക്ട് ആസ് എ ലോ പാസ് ഫിൽട്ടർ. ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട് ഇത് സിംപ്ലി ഒരു ഇൻ്റഗ്രേറ്റർ സർക്യൂട്ടാണ്. ദിസ് ഇസ് സിംപ്ലി ആൻ ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട്. ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട്. വാട്ട് ഈസ് ഇറ്റ്സ് ഗെയിൻ ഓഫ് ദ സർക്യൂട്ട്? എന്താണ് ഇതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്? സർക്യൂട്ടിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഈ സർക്യൂട്ടിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഗെയിൻ ഓഫ് ദ സർക്യൂട്ട്. നിങ്ങൾ തന്നെ പറഞ്ഞു ഗെയിൻ എത്രയാണെന്ന് പറഞ്ഞ്. നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കൂ. ശരി, തെറ്റായിക്കോട്ടെ. നിങ്ങളപ്പോൾ എന്താണ് മനസ്സിലാക്കിയെന്ന് എനിക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. മൈനസ് ആർ എഫ്. ഇവിടെ ആർ എഫ് അല്ലല്ലോ, ഞാൻ സി അല്ലേ കൊടുത്തിരിക്കുന്നത്, കപ്പാസിറ്റർ അല്ലേ കൊടുത്തിരിക്കുന്നത്. എക്സ് സി ബൈ മൈനസ് എക്സ് സി ബൈ R1 ആണ് അല്ലേ? മൈനസ് എക്സ് സി ബൈ R1 അല്ലേ ഇത് ഗെയിൻ എന്ന് പറയുന്നത്. സോ ക്യാൻ സേ ദാറ്റ് മൈനസ് ജെ എക്സ് സി. ഈ മൈനസ് വരുന്ന കാരണം ജെയ്ക്ക് ഞാനത് അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നില്ല. ഞാൻ ഇതിനകത്ത് ഈ മൈനസ് വരുന്നത് അതിൻ്റെ ഫേസ് ചേഞ്ചിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ കപ്പാസിറ്റീവ് സർക്യൂട്ടായ കാരണം ഇതിൻ്റെ ഈ മൈനസ് ജെ അതുപോലത്തെ ഫാക്ടർ പ്ലസ് ജെ അതുപോലത്തെ ഫാക്ടർ ഒന്നും എടുക്കുന്നില്ല. കാരണം ഈ മൈനസും പ്ലസ്സൊക്കെ അതിൻ്റെ ഫേസ് ഷിഫ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഞാൻ ഇതിൻ്റെ ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് പറയുന്നുള്ളൂ. ഞാനിപ്പോൾ ഫിൽറ്ററിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എനിക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. എങ്ങനെയാണ് അതിൻ്റെ ഗെയിൻ കൂടുന്നത് ഗെയിൻ കുറയുന്നതെന്ന് മാത്രമാണ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ജെയുടെ വാല്യൂ ഒക്കെ ഞാൻ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ജെ സ്ക്വയർ ഈക്വൽ -1 അതൊന്നും എടുക്കാതെ ഇരുന്നുകൊണ്ടിരുന്നത് അത് കാരണമാണ്. ഓക്കെ, സോ ഇതിനകത്ത് നമുക്കറിയാം ഈ ജെ എക്സ് സി ഈസ് നത്തിങ് ബട്ട് 1/j omega c ആണ് അല്ലേ? 1/j omega c ആണ്. വേർ ഒമേഗ ഈസ് ദ ഫ്രീക്വൻസി ആണ്. അപ്പം ഇതിനകത്ത് എക്സ് സി എന്ന് പറയുന്നത് കൂടുന്നത് എപ്പോഴാണ്? ഒമേഗ എന്ന് പറയുന്നത് കുറയുമ്പോഴാണ്. എക്സ് സി വിൽ ഇൻക്രീസ് കാരണം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. വേറെ എക്സ് സി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഒമേഗ അല്ലേ? അത് കാരണം എക്സ് സി കൂടുമ്പം ഒമേഗ കുറയും. സോ എന്ത് പറ്റും? ഒമേഗ കൂടുമ്പം സോ ഇൻപുട്ട് ഫ്രീക്വൻസിയാണ്. ഒമേഗ എന്ന് പറയുന്നത് ഇൻപുട്ട് ഫ്രീക്വൻസിയാണ്. ഇൻപുട്ട് ഫ്രീക്വൻസി കൂടുമ്പോൾ എക്സ് സി കുറയും. എക്സ് സി കുറയുമ്പം ഗെയിൻ എന്ത് സംഭവിക്കും? ഗെയിൻ ഓഫ് ദ സർക്യൂട്ട് വിൽ ബി എക്സ് സി ഡിവൈഡഡ് ബൈ R1 ആണ്. വേറെ R1 കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഗെയിൻ കുറയും. ഓക്കെ, ക്ലിയർ ആയോ? സോ നമ്മുടെ ഇൻപുട്ട് ഫ്രീക്വൻസി കൂട്ടിക്കഴിയുമ്പോൾ ഈ സർക്യൂട്ടിനെ അപേക്ഷിച്ച് ഗെയിൻ എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കും ഇൻപുട്ട് ഫ്രീക്വൻസി കൂടുമ്പോൾ. അപ്പോൾ ഇൻപുട്ട് ഫ്രീക്വൻസി കുറയുമ്പോൾ ഗെയിൻ കൂടിക്കൊണ്ടിരിക്കും ഈ സർക്യൂട്ടിൻ്റെ. സോ ദാറ്റ് ഈസ് വൈ ദ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ക്യാൻ ബി ഓൾസോ യൂസ്ഡ് ആസ് എ ലോ പാസ് ഫിൽറ്റർ. ലോ പാസ് ഫിൽറ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് പ്രാക്ടിക്കലി ഈ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് നമ്മളൊരു ലോ പാസ് ഫിൽറ്ററായിട്ട് ഉപയോഗിക്കാറില്ല. എന്ത് കാരണമായിരിക്കും നമ്മൾ ഉപയോഗിക്കില്ലാത്തത്? ഇപ്പോൾ എന്നോടൊരു ഡൗട്ട് ചോദിച്ചായിരുന്നു, അതാണ് അതിൻ്റെ കാരണം. എന്ത് കാരണമായിരിക്കും? പറഞ്ഞു നോക്കിയേ, എന്ത് കാരണമായിരിക്കും? ഡി സി വരുമ്പോൾ ഡി സിയാണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇപ്പോൾ ഞാൻ ഡി സി ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഡി സി ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് സി എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയിരിക്കും. എക്സലൻറ്റ്. എക്സ് സി എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയിരിക്കും അല്ലേ? ഡി സിയെ കൊടുക്കുന്നതെങ്കിൽ ഡി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. 1/0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. എക്സ് സി എന്ന് പറയുന്നത് അപ്പോൾ ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഇൻഫൈനൈറ്റ് ആണെങ്കിൽ എന്ത് പറ്റും? ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻഫൈനൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയൊരു വാല്യൂ ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് പറ്റും? സാച്ചുറേറ്റ് ആയി പോവും അല്ലേ?
കാരണം ഇതെന്ന് പറഞ്ഞാൽ ഈ റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ്, അതായത് വളരെ വലിയൊരു പ്രാക്ടിക്കലെന്ന് വിചാരിക്കുക. ഇനി പ്രാക്ടിക്കലിൽ വളരെ വലിയൊരു ഫ്രീക്വൻസി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയൊരു ഫ്രീക്വൻസി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വളരെ വലുതല്ല, വളരെ ചെറിയൊരു ഫ്രീക്വൻസി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയിരിക്കും. അത് കാരണം ഓപ്പൺ സർക്യൂട്ട് പോലെ ആയിരിക്കും ആക്ട് ചെയ്യുക, അല്ലേ? ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലിയൊരു ഇതാണെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാച്ചുറേറ്റ് ആയി പോകും. ഇനി എന്താണ് സംഭവിക്കുക? ഒരു വളരെ ഹൈ ഫ്രീക്വൻസിയാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. വളരെ ഹൈ ഫ്രീക്വൻസി കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ഷോർട്ട് സർക്യൂട്ടായി. കപ്പാസിറ്റർ വിൽ ബി ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. നമ്മൾ ഈ കപ്പാസിറ്റർ സാധാരണ ഈ നമ്മൾ ഫിൽറ്ററിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഈ കപ്ലിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും. കപ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഹൈ ഫ്രീക്വൻസി, അതായത് നോയ്സൊക്കെ ഫിൽറ്റർ ചെയ്ത് കളയാനായിട്ട് നമ്മൾ ആംപ്ലിഫയർ സർക്യൂട്ടിലൊക്കെ സാധാരണ കപ്പാസിറ്റർ നമ്മൾ ഇടാറുണ്ട്. ആ കപ്പാസിറ്റർ എന്താണ്? അതിന് പറയുന്നത് തന്നെ പേര് കപ്ലിംഗ് കപ്പാസിറ്റർ എന്നാണ്. അതായത് ഹൈ ഫ്രീക്വൻസി കോമ്പണൻറ്റിനെ ഗ്രൗണ്ടിലേക്ക് കപ്പിൾ ചെയ്ത് കളയാനാണ്. അപ്പോൾ ഒരു ഹൈ ഫ്രീക്വൻസി കോമ്പണൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്തായി? ഷോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഷോർട്ടായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാലും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറ്റും? സാച്ചുറേറ്റ് ആയി പോകും, അല്ലേ? ഷോർട്ടായാലും സാച്ചുറേറ്റ് ആയും, ഓപ്പൺ ആയാലും സാച്ചുറേറ്റ് ആവും. ഷോർട്ടായ എന്തുകൊണ്ടാണ് സാച്ചുറേറ്റ് ആവുന്നത്? ഷോർട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തിനകത്തായിട്ട് പോവും? സാച്ചുറേറ്റഡ് ആയിട്ട് പോവും. ഇനി കാരണം എന്താ? ഷോർട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ സർക്യൂട്ടിനകത്ത് ജസ്റ്റ് അതിന് വലിയ ഫങ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താ? ഇതിങ്ങനെ ഷോർട്ടായിട്ട് തന്നെയാണ് വരുന്നത്. ഇനി ഓപ്പൺ ആയി കഴിയുമ്പോൾ നമുക്ക് എന്താണോ ഇതിനകത്ത് കൊടുക്കുന്നത്, ഇതിൻ്റെ ഡിഫറൻസ് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഫീഡ്ബാക്ക് സർക്യൂട്ടേ ഉണ്ടാവില്ല. അതെന്ന് പറയുന്നത് ഇപ്പോൾ നെഗറ്റീവ് ടെർമിനലിൽ കൊടുത്തേക്കുന്ന കാരണം ഒരു പോസിറ്റീവ് ചെറിയൊരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നെഗറ്റീവ് -V സാച്ചുറേഷനിലേക്ക് സാച്ചുറേറ്റ് ആയിപ്പോവും. സോ ഇത് പ്രാക്ടിക്കൽ കേസിൽ ഇൻഡിക്കേറ്റർ സർക്യൂട്ടായിട്ട് ഈ ലോ പാസ് ഫിൽറ്റർ ഉപയോഗിക്കാറില്ല. അപ്പോൾ പ്രാക്ടിക്കൽ കേസിൽ നമ്മൾ ഈ ഫീഡ്ബാക്കിൻ്റെ കൂടെ ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്ററോടെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് ഇൻ പ്രാക്ടിക്കൽ ലോ പാസ് ഫിൽറ്റർ. ഓക്കെ, ഇൻ പ്രാക്ടിക്കൽ ലോ പാസ് ഫിൽറ്റർ വാട്ട് വി ഡൺ ഈസ് negative, positive, and positive is grounded, and here it is R, and here it is V in, and here it is the capacitor C, and here it is a resistor. So this is R1 without. Okay, so you will get a circuit like this. In practical case നമ്മൾ ഇങ്ങനെയൊരു കാര്യം കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. കാരണം എന്താ? ഇൻ പ്രാക്ടിക്കൽ കേസിൽ നമ്മൾ DC കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇൻ DC കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്ത് അത് സാച്ചുറേറ്റ് ആയി പോകും. ബട്ട് ഇൻ പ്രാക്ടിക്കൽ കേസിൽ നമ്മളൊരു DC പോലെ വളരെ ലോ ഫ്രീക്വൻസി അല്ലെങ്കിൽ DC സിഗ്നൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാലും നമുക്ക് ഗെയിൻ എന്ന് പറയുന്ന R/R1 ഉണ്ടാവും. ക്ലിയർ ആയോ? അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഫീഡ്ബാക്ക് എഫക്റ്റ് ആണ്. സോ ദ ഫീഡ്ബാക്ക് റിയാക്റ്റൻസ്, ടോട്ടൽ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ഈസ് നത്തിങ് ബട്ട് XC parallel R ആണ്. where XC is the reactance offered by the capacitor and R is the resistance offered by the resistor. It's nothing but if we can be say that this feedback reactance ഞാൻ accept എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ total gain of the circuit is nothing but XF by R1 എന്ന് കിട്ടും. So XF is nothing but let XF is equal to XC into R divided by R plus XC ആണ്. Plus XC ആണ്. Okay, so this is, and the gain of the circuit is nothing but gain is equal to XF by R1 ആണ്. So if we increase, if omega increase, what will happen?
R plus XC is equal to if X is equal to 0. So ഞാൻ കുറച്ച് നമ്പേഴ്സ് തരാം. സോ നമ്മൾ ഇപ്പോൾ 2 റെസിസ്റ്ററാണ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇതിന് പകരം 2 റെസിസ്റ്ററാണ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. R1 അല്ലെങ്കിൽ R2 R3. ഈ കപ്പാസിറ്റർ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പാരലൽ സർക്യൂട്ടൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ട് വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. ഈ പാരലൽ സർക്യൂട്ടിന് പകരം ഞാൻ റെസിസ്റ്റർ വെച്ചിട്ടുള്ളൊരു പാരലൽ സർക്യൂട്ടാണ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ R2ൻ്റെ വാല്യൂ ഒരു 1000 ആണെന്ന് വിചാരിക്കുക, 1000 ഓം ആണെന്ന് വിചാരിക്കുക. R3യുടെ വാല്യൂ ഒരു 10 ഓം ആണെന്ന് വിചാരിക്കുക. വാട്ട് വിൽ ബി ദ ഈക്വലൻ്റ് റെസിസ്റ്റൻസ്? ഈക്വലൻ്റ് റെസിസ്റ്റൻസ് അപ്രോക്സിമേറ്റ്ലി 10 ഓം. അപ്പോൾ നമ്മളൊരു പാരലൽ സർക്യൂട്ട് വെച്ച് കഴിയുമ്പോൾ, കാരണം എന്താ, ഇതിൻ്റെ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R2 R3 ഡിവൈഡഡ് ബൈ R2 പ്ലസ് R3 ആണ് അല്ലേ. സോ 1000 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 1000 പ്ലസ് 10 ആണ് വരിക. സോ 1000 പ്ലസ് 10 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 1000 തന്നെയാണ് വരിക. 1000 ഇൻറ്റു 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10,000 ആണ് വരിക. അപ്പോൾ 10,000 ബൈ 1000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 ആണ് വരിക. അപ്പം നമ്മളൊരു പാരലൽ സർക്യൂട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മോളർ റെസിസ്റ്റൻസിന് ഈക്വലൻ്റ് ആയിരിക്കും അതിൻ്റെ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സ്മോൾ റെസിസ്റ്റൻസ് ആണ്. ഇനി ഈക്വൽ റെസിസ്റ്റൻസ് ആണ് ഈ പാരലൽ സർക്യൂട്ടിൽ വരുന്നതെങ്കിൽ അതിൻ്റെ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഇപ്പോൾ ഇത് ഇവിടെ 100 ആണ്, ഇവിടെ 100 ആണെങ്കിൽ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് 50 ആയിരിക്കും വരിക. അപ്പോൾ വളരെ വലിയൊരു റെസിസ്റ്റൻസ് വാല്യൂ, ഒരു ചെറിയ റെസിസ്റ്റൻസ് വാല്യൂ നമ്മൾ സീരീസ് ആയിട്ട് പാരലായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോളർ റെസിസ്റ്റൻസിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ 1000 കൂടെ 10 എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1000 വരെ കിട്ടിയത്. സോ ഇവിടെ നമ്മൾ വിചാരിക്കുക, ഇപ്പം ഈ കപ്പാസിറ്റൻസ് റിയാക്റ്റൻസ് ഓഫർ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഒരു വളരെ വലിയൊരു ഫ്രീക്വൻസി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വളരെ വലിയൊരു ഫ്രീക്വൻസിയാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. വളരെ വലിയൊരു ഫ്രീക്വൻസി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? എക്സിയുടെ വാല്യൂ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആവും. വളരെ സ്മോൾ ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ഈ എക്സിയുടെ വാല്യൂവിന് ഈക്വലൻ്റ് ആവും, ടോട്ടൽ റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. സോ XC ബൈ R1 എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വാല്യൂ ആയിപ്പോകും, കാരണം എക്സിയുടെ വാല്യൂ ഓൾറെഡി ചെറുതാണ്. ഞാൻ പറഞ്ഞ ഐഡിയ ക്ലിയർ ആയോ? ഇനി എക്സിയുടെ വാല്യൂ വളരെ വലുതാണെന്ന് വിചാരിക്കുക. എക്സിയുടെ വാല്യൂ വളരെ വലുതാണെങ്കിൽ ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ഈ ആറിൻ്റെ ഈക്വലൻസ് ആയിരിക്കും. അപ്പോൾ R ബൈ R1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഗെയിൻ എന്ന് പറയുന്നത്. ഇപ്പം R ബൈ R1 എന്ന് പറഞ്ഞ ഗെയിൻ എന്ന് പറയുന്നത് ഒരുമാതിരി വലിയൊരു വാല്യൂ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ R ബൈ R1 എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ, ഇപ്പം ഈവൻ R ബൈ R1 എന്ന് പറയുന്നത് നമുക്ക് 1 ആണെന്ന് വിചാരിക്കുക. 1 ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, R ബൈ R1 ഗെയിൻ ആണ് 1 ആണ്. അപ്പോൾ ഇൻപുട്ടിൽ എന്ത് കൊടുക്കുന്നു അത് തന്നെ ഔട്ട്പുട്ടിൽ കിട്ടും. ഇനി എന്താണ്, ഞാൻ XC എന്ന് പറഞ്ഞ വാല്യൂ കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. XC എന്ന് പറഞ്ഞ വാല്യൂ വളരെ വലിയൊരു വാല്യൂ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? XC എന്ന് പറഞ്ഞ വാല്യൂ വളരെ വലുതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് R തന്നെയായിരിക്കും നമുക്ക് റിയാക്റ്റൻസ് ആയിട്ട് കിട്ടുക. ഓക്കെ, ഇനി XCയുടെ വാല്യൂ വളരെ സ്മോൾ ആക്കുകയാണെന്ന് വിചാരിച്ചോ. XCയുടെ വാല്യൂ വളരെ സ്മോൾ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പം ഈ XCയുടെ വാല്യൂ സ്മോൾ ആക്കുക, വലുതാക്കുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ഫ്രീക്വൻസിയിൽ നമ്മൾ വേരി ചെയ്യുകയാണ്. അപ്പോൾ ഇൻപുട്ട് ഫ്രീക്വൻസി കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ XCയുടെ വാല്യൂ എന്ന് പറയുന്നത് കുറയും അല്ലേ. ഇൻപുട്ട് ഫ്രീക്വൻസി കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ XCയുടെ വാല്യൂ കുറയും. XCയുടെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ, XCയുടെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുക? വളരെ സ്മോൾ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ ടോട്ടൽ റിയാക്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ XC തന്നെയാവും അല്ലേ. XC തന്നെയാവുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ XCയുടെ വാല്യൂ വളരെ സ്മോളാണ്. സോ അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് വളരെ മിനിമം ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇൻപുട്ട് ഫ്രീക്വൻസി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ XCയുടെ വാല്യൂ കൂടും. XCയുടെ വാല്യൂ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Rന് ഈക്വലൻ്റ് ആവും. ഓക്കെ, so that will be we will get a gain, ഒരു ഗെയിൻ കിട്ടും. ഓക്കെ, ഞാനത് വേർഡ്സിൽ എഴുതാം, നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ വേർഡ്സിൽ എഴുതാം. വെൻ
input frequency W in input frequency is very small. അതായത് W എന്ന് പറയുന്ന വളരെ ചെറിയ വാല്യൂ ആണ്. W വളരെ ചെറുതാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? Xc ഈസ് വെരി വലിയ. Xc വളരെ വലുതാണ്. വാട്ട് വിൽ ബി ദ ടോട്ടൽ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ്? XF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? XF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Xc പാരലൽ R ആണ് അല്ലേ? Xc പാരലൽ R ആണ്. സോ വാട്ട് ഹാപ്പൻ ടു Xc? Xc വളരെ വലുതാവും. Xc വളരെ വലുതാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി, സോ XF ഈസ് അപ്രോക്സിമേറ്റ്ലി R1. XF R1നോട് ഈക്വലൻ്റ് ആവും. സോ വാട്ട് വിൽ ബി ദ ഗെയിൻ? ഗെയിൻ ഈസ് അപ്രോക്സിമേറ്റ്ലി R1 ഡിവൈഡഡ് ബൈ R എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് എത്തും. സോ ദാറ്റ് വിൽ ബി ദ ഗെയിൻ. So you will get gain as R1 divided by R when input frequency is very small. When input frequency is very large, when input frequency is very large, omega is very large, okay, at that time what will happen to Xc? Xc is very small. So what will be XF? XF is Xc പാരലൽ R1. അപ്പോൾ ഏറ്റവും സ്മോളർ പാരലൽ സർക്യൂട്ടിൽ എന്താണ് ഞാൻ പറഞ്ഞത്? സ്മോളർ റെസിസ്റ്റൻസിന് ഈക്വലൻ്റ് ആയിരിക്കും Xc എന്ന് പറയുന്നത്. സോ XF ഈസ് അപ്രോക്സിമേറ്റ്ലി Xc, വേർ Xc വാല്യൂ ഈസ് വെരി സ്മോൾ. Xc ഈസ് വെരി സ്മോൾ. വെരി സ്മോൾ ആയി കഴിയുമ്പോൾ എന്താണ് നമ്മുടെ ഗെയിൻ എന്ന് പറയുന്നത്? ഈസ് Xc divided by R, where Xc is very small, so gain is very small. Or approximately ഇപ്പോൾ വളരെ വലിയൊരു ഫ്രീക്വൻസി ആണ് Xc will be Xc എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഗെയിൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 0യുടെ അടുത്തേക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. Xcയുടെ വാല്യൂ വളരെ സ്മോൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്ലിയർ ആയോ? ഞാനീ പറഞ്ഞ എന്താണെന്ന് ക്ലിയർ ആയോ നിങ്ങൾക്ക്? എങ്ങനെയാണ് ഇത് ലോ പാസ് ഫിൽറ്ററായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ പ്രാക്ടിക്കൽ ലോ പാസ് ഫിൽറ്റർ ഇൻവെർട്ടിംഗ് ടൈപ്പ് കൺഫ്യൂഷൻ ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. സോ ഇതുപോലെ തന്നെയാണ് ഹൈ പാസ് ഫിൽറ്ററും. ഹൈ പാസ് ഫിൽറ്ററിൽ ഞാനിതിൻ്റെ പ്രോബ്ലംസ് കുറച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും, ഐഡിയ ക്ലിയർ ആവും. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. നിങ്ങളിത് ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ, ലോ പാസ് ഫിൽറ്റർ എന്താണ്, ഇൻവെർട്ടിംഗ് ലോ പാസ് ഫിൽറ്റർ, നോൺ ഇൻവെർട്ടിംഗ് ലോ പാസ് ഫിൽറ്റർ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് ഹൈ പാസ് ഫിൽറ്റർ പറയുമ്പോൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അതായത് ഇതിൻ്റെ കോമ്പിനേഷനാണ് നമ്മൾ ബാൻഡ് പാസ് ഫിൽറ്ററും ബാൻഡ് റിജക്റ്റ് ഫിൽറ്ററിലും വരുന്നത്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഹൈ പാസ് ഫിൽറ്ററിൽ നത്തിങ് ബട്ട് R സിയോടെ നമ്മൾ റെസിസ്റ്ററിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും വാല്യൂ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ലൈക്ക് നമ്മൾ ഇൻ്റഗ്രേറ്ററിലും ഡിഫറൻഷ്യേറ്ററിൽ നമ്മൾ ചേഞ്ച് ചെയ്തതുപോലെ തന്നെ ചേഞ്ച് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് ഇക്വേഷൻ എന്ന് നോക്കാം. ആ ഇക്വേഷനെ വെച്ചിട്ട് എങ്ങനെയാണ് അത് ഹൈ പാസ് ഫിൽറ്ററായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ. ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പായിട്ട് ചോദിച്ച് നിങ്ങൾ ആ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ശരി.